ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിനൂസ് ഫാമിലി വ്ളോഗ്സ്. നമുക്ക് കുറച്ച് പച്ച ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചീര എങ്ങനെയാണ് ഒരു 2-3 ആഴ്ചയോളം കേടാവാതെ അതിൻ്റെ ഫ്രഷ്നെസ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. സാധാരണ ചീര നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതിൻ്റെ ഇലയൊക്കെ വാടി ഇതിൻ്റെ ആ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടും. പിന്നെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ 2-3 ആഴ്ചയൊക്കെ കേടാവാതെ സൂക്ഷിച്ച് വെക്കുന്നതെന്നുള്ളതിൻ്റെ ആ ട്രിക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ചീരയുടെ ആ ചീഞ്ഞ പോലത്തെ ഇലകളും അതുപോലെ തന്നെ പുഴുക്കടിയായിട്ടുള്ള ആ ഇലകളൊക്കെ നമുക്ക് പറിച്ച് മാറ്റാം. അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ വേര് ഭാഗമുണ്ട്. ആ വേര് ഭാഗത്തുള്ള അഴുക്കും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ആ വേര് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. വേരോട് കൂടി എടുത്ത് വെച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കക്ക് ചീരയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വേരിൽ മണ്ണൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വേരോട് കൂടിയാണെങ്കിലും നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ചീര കഴിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കണ്ണിൻ്റെ സംരക്ഷണത്തിനും ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനും ഏറ്റവും നല്ലതാണ് ചീര. അതുപോലെ തന്നെ ചീരയിൽ ധാരാളം അയേണും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ ചീരയും കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് നമുക്ക് ഈ ചീരേനെ ആക്കി വയ്ക്കാം. ചീര കയറാനുള്ള വലിപ്പത്തിലുള്ള ഒരു കവർ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കവർ എല്ലാവരും വീട്ടിലുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കവറിലേക്ക് ഈ ചീരനെ നമുക്ക് ആക്കി വയ്ക്കാം. ഇനി ഈ കവറിൻ്റെ വായ്ഭാഗം ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ കവറിൻ്റെ അറ്റം ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടി വയ്ക്കാം. അപ്പോൾ ഒട്ടും തന്നെ എയർ കിടക്കാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് തന്നെ കെട്ടി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിവെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 2-3 ആഴ്ചയോളം ഈ ചീരയുടെ ഫ്രഷ്നെസ് ഒട്ടും തന്നെ നഷ്ടമാകാതെ നമുക്ക് ഇത് സൂക്ഷിക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 ആഴ്ചയോളം വെച്ചാലും ഇത് ഒട്ടും തന്നെ കേടാവില്ല. ഞാനിവിടെ 4 ദിവസം മുമ്പ് ഇതുപോലെ കവറിലാക്കി വെച്ച ചീരയാണിത്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ശരിയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ചെയ്യുന്നവരും ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചീര ഞാനിവിടെ കവറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചീര 4 ദിവസം കഴിഞ്ഞ ചീരയാണ്, പക്ഷേ മേടിച്ച് വെച്ച അതേ ഫ്രഷ്നെസ്സോട് കൂടി തന്നെയാണ് ഇപ്പോഴും ആ ചീര ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഇപ്പം തന്നെ ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.